നിങ്ങൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമായിരിക്കും അല്ലേ? നോക്കിക്കേ, ടി ഈസ് ഈക്വൽ ടു ഇവിടെ എക്സിന് പറഞ്ഞാൽ ടി ആണ്, മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഓൾറെഡി ബി എന്ന് പറഞ്ഞാൽ -4 ആണ്. അപ്പോൾ ഒരു മൈനസ് എടുത്താൽ 4 വരും, പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 സ്ക്വയർ ആണ്, 16 വരും. -4 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 1 ആണ്, ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ -5 ആണ്. ഓക്കെ, ഡിവൈഡ് ബൈ 2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1. ഇത് ചെയ്ത് നോക്കിയാൽ യു വിൽ ഗെറ്റ് ടി ഈസ് ഈക്വൽ ടു 2 സൊല്യൂഷൻ കിട്ടും. അതിൽ പോസിറ്റീവ് സൊല്യൂഷൻ 5 സെക്കൻഡ്സ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, അത് നിങ്ങളുടെ മാത്തമാറ്റിക്സ് ആണ്, സ്വന്തം ചെയ്ത് സമയം വേസ്റ്റ് ചെയ്യുന്നില്ല ഞാൻ. ഓക്കെ, ശരി. ഈ ചാപ്റ്ററിലെ അവസാന ഭാഗമാണ് ഗ്രാഫ്. ഗ്രാഫും കൂടി പഠിച്ചാൽ ഈ ചാപ്റ്റർ തീരും. ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചാപ്റ്ററിലേക്ക് എന്നിട്ട് കിടക്കാം. ഓക്കെ, ശരി. ശരി, പൊസിഷൻ ടൈം ഗ്രാഫ്, എക്സ് ടി ഗ്രാഫ്. ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചാൽ സാധനം റെസ്റ്റിലാണോ മൂവിങ് ആണോ എന്താണ് പറ? എടോ, ഈ ഗ്രാഫിന്റെ അർത്ഥം നോക്കിക്കേ, ഇത് ഇങ്ങനെയല്ല, കുറച്ചുകൂടി വൃത്തി, നേരെ 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 നേരെ, ഓ പാരലൽ ടു എക്സ് ആക്സിസ്. ഇതെന്താണ്? പൊസിഷൻ ആണ്. സോ 3 മീറ്റർ എന്ന് പറയാം അല്ലെ. ഇത് ടൈമിനനുസരിച്ച് സാധനം മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല, 3 മീറ്റർ തന്നെ നിൽക്കുകയാണ്. പൊസിഷൻ മാറുന്നില്ല, മാറുന്നില്ല. രാവിലെ മുതൽ വൈകുന്നേരം ഇതേ പൊസിഷനിൽ നിൽക്കുക. ദാറ്റ് മീൻസ് സാധനം എന്തിലാണ്? റെസ്റ്റിലാണ്. അപ്പൊ പൊസിഷൻ ടൈം ഗ്രാഫ് ഫോർ എ ബോഡി ഇൻ റെസ്റ്റ് ഇതാണ്. അങ്ങനെയാണ് സാർ. ഇതെന്താ സാധനം? ഇതെന്താ സാധനം? ഇനീഷ്യലി പൊസിഷൻ വല്ല 1 മീറ്റർ ആയിരിക്കും, ഇപ്പൊ പൊസിഷൻ വല്ല 7 മീറ്റർ ആയിരിക്കും. അപ്പൊ സാധനം മൂവിങ് ആണ്. സാധനം എന്താണ്? മൂവിങ് ആണ്. പക്ഷെ വെലോസിറ്റി ഉണ്ടാവും. അപ്പം വെലോസിറ്റി ഉണ്ടാവും. ഇനി എന്നെ ചോദ്യം, ഇത് കോൺസ്റ്റന്റ് വെലോസിറ്റി ആണോ അല്ലെ നോൺ കോൺസ്റ്റന്റ് അല്ലാത്ത വെലോസിറ്റി ആണോ? വേരിയബിൾ വേരിയബിൾ, അല്ലെങ്കിൽ ഞാൻ ബേസിക്കലി പറയുകയാണെങ്കിൽ യൂണിഫോം മോഷൻ ആണ്, നോൺ യൂണിഫോം മോഷൻ ആണ്? യൂണിഫോം മോഷൻ ആണ്, ഒരു സംശയം. ദിസ് ഇസ് യൂണിഫോം മോഷൻ. യൂണിഫോം മോഷൻ അതെങ്ങനെയാ സാർ മനസ്സിലായത്? ഒന്നുമില്ല. ഇതെന്താണ്? എക്സ് ടി ഗ്രാഫ് ആണ്, പൊസിഷൻ ടൈം ഗ്രാഫ് ആണ്. പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എപ്പോഴും ഞാൻ പറഞ്ഞിട്ട് ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ആണ്. ഇതിന്റെ ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ബൈ ടി ആണ് ഗ്രാഫ്. ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. ഇതാണ് ഇതിന്റെ സ്ലോപ്പ്. ഈ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്, വിച്ച് ഇസ് ബേസിക്കലി എത്രയാണ്? വെലോസിറ്റി അഥവാ സ്പീഡാണ്. അപ്പൊ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി അഥവാ സ്പീഡാണ്. ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താണ്? കോൺസ്റ്റന്റ് അല്ലേ? ഗ്രാഫിന്റെ സ്ലോപ്പ് ചെരിഞ്ഞ് കളിക്കുന്നുണ്ടോ? മാറി കളിക്കുന്നുണ്ടോ? ഇല്ല, നേരെ ഒരൊറ്റ ചെരിവാണ് അവന്. അതായത് സ്ലോപ്പ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അതായത് വെലോസിറ്റി അഥവാ സ്പീഡ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഇസ് യൂണിഫോം മോഷൻ ആണ്. ഇത്രയും ഡീറ്റെയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട. പൊസിഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെയാണ്, യൂണിഫോം മോഷൻ ആണ്. പൊസിഷൻ ടൈം ഗ്രാഫ് ഇങ്ങനെയാണെങ്കിലോ അപ്പോഴും മോഷൻ ഉണ്ട്, വെലോസിറ്റി സ്പീഡ് ഉണ്ട്, പക്ഷെ ഇറ്റ് ഇസ് നോൺ യൂണിഫോം മോഷൻ. എന്താണ്? നോൺ യൂണിഫോം ആയിരിക്കും മോഷൻ. കാരണം സ്പീഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലെ, വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാ പ്രൂവ് ചെയ്യുക സാർ? വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്. എടോ, എക്സ് ടി ഗ്രാഫിന്റെ പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ആണ്. ഇനി ആലോചിച്ച് നോക്ക്, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ലോപ്പ് ഇത്, ഇവിടെ സ്ലോപ്പ് ഇത്, ഇവിടെ സ്ലോപ്പ് ഇത്, ഇവിടെ സ്ലോപ്പ് ഇത്, ഇവിടെ സ്ലോപ്പ് ഇവിടെ. ആ സ്ലോപ്പ് മാറിക്കൊണ്ടിരിക്കല്ലേ? സ്ലോപ്പ് പറഞ്ഞാൽ ചെരിവ് തന്നെ മാറിക്കൊണ്ടിരിക്കല്ലേ? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണെങ്കിൽ, സ്ലോപ്പ് മാറാന്ന് പറഞ്ഞാൽ വെലോസിറ്റി മാറാമെങ്കിൽ, വെലോസിറ്റി മാറാന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോൺ യൂണിഫോം അല്ലേ? നോൺ യൂണിഫോം മോഷൻ. സിമ്പിൾ. അപ്പൊ അത്രയും ഡീറ്റെയിലിൽ പോകണ്ട. ഇത് റെസ്റ്റ്, യൂണിഫോം മോഷൻ, നോൺ യൂണിഫോം മോഷൻ എല്ലാം നിങ്ങളുടെ തലയിൽ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുണ്ട്. അപ്പൊ കുറെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയാണ് വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ പ്രത്യേകതകൾ പറഞ്ഞ് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് വരയ്ക്കാം. നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓൾറെഡി പഠിച്ചാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ആക്സിലറേഷൻ ആണ്. അത് വെച്ചിട്ട് നിങ്ങൾ എല്ലാം പറയും കേട്ടോ. ഈ ബോഡി എന്താണ്? ക്യാരക്ടറൈസ് ദിസ് മോഷൻ. പരീക്ഷ ചോദിക്കും. ഇതെന്ത് മോഷനാണ്? ചെരിഞ്ഞിട്ടല്ല കേട്ടോ, നേരെ തന്നെയാണ്. പറ, ഇതെന്ത് മോഷനാണ്? യൂണിഫോം മോഷൻ ആണോ നോൺ യൂണിഫോം മോഷൻ ആണോ? പറയൂ. ആലോചിച്ച് നോക്ക്. വെലോസിറ്റി 30 മീറ്റർ പെർ സെക്കൻഡ് മാറുന്നുണ്ടോ? മാറുന്നില്ല. ഇത് നോൺ യൂണിഫോം മോഷൻ. നോൺ യൂണിഫോം എന്നല്ല, യൂണിഫോം മോഷൻ. ഒരു സംശയമില്ല. ആക്സിലറേഷൻ എത്രയായിരിക്കും? 0. 30 മാറുന്നില്ല വെലോസിറ്റി. ആക്സിലറേഷൻ 0. യൂണിഫോം മോഷനാണ്. യൂണിഫോം മോഷൻ. അടുത്തത് എന്താണ്? അടുത്ത ഗ്രാഫ് ഇങ്ങനെ. അതായത് ആദ്യം 30 ഉണ്ടായിരുന്നു മീറ്റർ പെർ സെക്കൻഡ്, അവസാനം 50 ആയി. അപ്പം എന്തായാലും എന്താണ്? മുകളിലേക്ക് പോകുന്നില്ല, സ്പീഡ് കൂടുന്നുണ്ട് അല്ലെ, വെലോസിറ്റി കൂടുന്നുണ്ട്. അതായത് യൂണിഫോം ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇത് യൂണിഫോം മോഷൻ ആണ്. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. മിസ് വരണോന്ന് ചോദിച്ചിട്ടുണ്ട്. മിസ് പഠിപ്പിച്ച് തരണോന്ന് ചോദിച്ചു. അലക്സാർ പഠിപ്പിച്ച ആർക്കും മനസ്സിലാവുന്നില്ല. മിസ് പഠിപ്പിച്ചത് അല്ലെ. മിസ് ആ സൗണ്ട് ഉണ്ടായിക്കോട്ടെ. ഇതിന്റെ സീൻ എന്താണ്?
വെലോസിറ്റി ആദ്യം 30 ആണ്, പിന്നെ 50 ആയി. ഇങ്ങനെയാണ് കൂടുന്നത്, സ്ട്രെയിറ്റ് ലൈനിലാണ് കൂടുന്നത്. എങ്ങനെയായിരിക്കും സൗണ്ട്? ഓ അല്ല, യൂണിഫോം ആക്സിലറേഷൻ ആയി. പക്ഷെ യൂണിഫോം മോഷൻ ആണോ? അല്ല. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ ബോറിംഗ് ആയിരിക്കണം. അപ്പൊ ദിസ് ഇസ് നോൺ യൂണിഫോം മോഷൻ. നോൺ യൂണിഫോം മോഷൻ ആണ്, പക്ഷെ യൂണിഫോം ആക്സിലറേഷൻ ആണ്. അതായത് ആക്സിലറേഷൻ സെയിം ആയിരിക്കും, ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും, മാറുന്നില്ല. അങ്ങനെയാണ്. ഇങ്ങനെ ഗ്രാഫ് വരച്ചാലോ? ഇത് ആദ്യം സ്ലോ ആയിരുന്നു, പിന്നെ അത് ആക്സിലറേഷനും മാറുന്നുണ്ട്. അതായത് നോൺ യൂണിഫോം മോഷനുമാണ്. മോഷൻ നോൺ യൂണിഫോം തന്നെയാണ്, ആക്സിലറേഷനും നോൺ യൂണിഫോം ആണ്. ആക്സിലറേഷൻ എന്താണ്? നോൺ യൂണിഫോം ആണ്. ആക്സിലറേഷൻ നോൺ യൂണിഫോം. അത് ആക്സിലറേഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. കാരണം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ടെക്നിക്കലി ഇവർ പറഞ്ഞിട്ടുണ്ട് സ്ലോപ്പ് ആണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് വരെ. അപ്പൊ സ്ലോപ്പ് ചേരുന്നില്ലേ? സ്ലോപ്പ് ചെയ്യുന്നില്ല, ചെരിവ് ചേഞ്ച് ചെയ്യുന്നില്ലേ? ഇവിടെ ചെരിവ് അല്ലെങ്കിലും ഡേഞ്ചറസ് ആണ്. ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ സ്ലോപ്പ് കോൺസ്റ്റന്റ് സ്ലോപ്പ് ആണ്, ചെരിവ് ചേഞ്ച് ചെയ്യുന്നില്ല. ഇവിടെ ചെരിവ് നോക്കിയേ, ഓ കാറ് മറഞ്ഞു പോകും. കുറച്ച് കാറ് മറയ്ക്കാൻ വേണ്ടി മിസ് നിൽക്കണ്ട. ഇതാ മിസ്സിനെ കണ്ടിട്ട് കുറെ പേർക്ക് സന്തോഷമായി. മിസ് വരണല്ലേ ഫിസിക്സ് പഠിപ്പിക്കാൻ വേണ്ടിട്ട്. മിസ്സിനെ എല്ലാ ദിവസവും ഞാൻ അങ്ങനെ സൈഡിൽ നിർത്താം, അതിന് ഫിസിക്സ് പഠിപ്പിക്കാം. ഓക്കെ, അപ്പം ഈ ഗ്രാഫൊക്കെ എല്ലാവരും പഠിച്ചു വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി മിസ് പോയിക്കോളൂ. ബൈ ബൈ. ഓക്കെ, മിസ് വീട്ടിൽ പോകണോ? ഓക്കെ, അപ്പൊ മിസ് ബൈ ബൈ പറഞ്ഞു പോവാണ്. ഇനി മിസ് നാളെ വൈകുന്നേരം കാണും. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും റിക്വസ്റ്റ് ചെയ്ത പോലെ തന്നെ നാളെ മിസ് ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കും. പിന്നെ ക്ലാസ് നിർത്തണം എന്ന് പറയരുത്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഓക്കെ, ശരി. അപ്പം വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് വെച്ചിട്ട് ഇത് കണ്ടുപിടിക്കാൻ പഠിച്ചില്ലേ? അതേസമയം ഒരു കാര്യം കൂടി നമുക്കറിയാം. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ അണ്ടർ ദി ഗ്രാഫ് എന്തായിരുന്നു? ഏരിയ അണ്ടർ ദി ഗ്രാഫ് നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് പഠിച്ചായിരുന്നു. ഡെറിവേഷൻ സമയത്ത് ഡിസ്പ്ലേസ്മെന്റ് വിൽ ഗിവ് യു ദ ഏരിയ, അല്ല ഏരിയ അണ്ടർ ദി ഗ്രാഫ് വിൽ ഗിവ് യു ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി ആ മോഷൻ. ഓക്കെ, അങ്ങനെയാണ്. ശ്രദ്ധിക്കുക. ലെറ്റ്സ് സേ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് ഞാൻ വരച്ചു. എന്നിട്ട് ഈ ഏരിയനെ ഞാൻ ഈ ഏരിയ അണ്ടർ ദി ഗ്രാഫ് ഇവിടെ A1 എന്ന് വിളിച്ചു, ഇതിനെ A2 എന്ന് വിളിച്ചു, ഇതിനെ ഞാൻ A3 എന്ന് വിളിച്ചു. ഓക്കെ, ഈ 3 ഏരിയയും കൂടെ ആഡ് ചെയ്താൽ ഒബ്വിയസ്ലി എനിക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് കിട്ടും അല്ലെ? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. A2 പ്ലസ് A3 എന്ന 3 എണ്ണം കൂടി ആഡ് ചെയ്താൽ എനിക്ക് ഡിസ്പ്ലേസ്മെന്റ് കിട്ടില്ല. യു വിൽ ഗെറ്റ് ദി ഡിസ്റ്റൻസ്. സാർ അതെന്താ സാർ പറ്റിച്ചോ? സാറല്ല പറഞ്ഞ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് ആണ് ഏരിയ അണ്ടർ ദി ഗ്രാഫ്. ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, താഴേക്ക് വരുന്ന ഏരിയ ഉണ്ടല്ലോ, നിങ്ങൾ നെഗറ്റീവ് ആയിട്ട് എടുക്കണം. അതായത് A1 പോസിറ്റീവ് ആണ്, A2 എന്തായിരിക്കണം? നെഗറ്റീവ് A2 എന്ന് എടുക്കണം. കാരണം താഴേക്ക് വന്നല്ല. അപ്പൊ -A2 പ്ലസ് A3 പോസിറ്റീവ് ആണ്. അത് നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ഓക്കെ, അപ്പൊ ഡയറക്ഷനും അഥവാ സൈനും കൂടെ നോക്കി താഴേക്കുള്ള ആൾക്കാരെ നെഗറ്റീവ് ആയിട്ട് നിങ്ങൾ എടുത്താൽ യു വിൽ ഗെറ്റ് ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെയല്ല, നിങ്ങളെല്ലാം കൂടി പോസിറ്റീവ് ആണ്, ഇത് പോസിറ്റീവ്, ഇത് പോസിറ്റീവ്, ഇത് പോസിറ്റീവ്, എല്ലാ ഏരിയനും പോസിറ്റീവ് ആയിട്ടാണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഡിസ്റ്റൻസ് ആയിരിക്കും. അത് തലേ കയറ്റിക്കോ, പരീക്ഷ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? വ്യത്യാസം മനസ്സിലായല്ലോ? ശരി. അപ്പം മൈനസും കൂടെ ചേർത്തെടുക്കുകയാണ് ഡിസ്പ്ലേസ്മെന്റ്, മൈനസും ചേർക്കാണ്ട് എല്ലാം പോസിറ്റീവ് ആയിട്ട് എടുക്കുകയാണ് യു വിൽ ഗെറ്റ് ദി ഡിസ്റ്റൻസ്. ഈ കാര്യം മനസ്സിലായല്ലോ? ശരി. ഇനി ലാസ്റ്റ് പഠിക്കാനുള്ള ആക്സിലറേഷൻ ടൈം ആണ്. ആക്സിലറേഷൻ ടൈമിൽ ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചാൽ എന്താണ് അതിന്റെ അർത്ഥം? ആക്സിലറേഷൻ കോൺസ്റ്റന്റ് എന്നാണ്. അതായത് ബേസിക്കലി എന്താ സൗണ്ട് എങ്ങനെ ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്? 3 m/s² ആക്സിലറേഷൻ ആണ്. ബട്ട് ആക്സിലറേഷൻ ആണ്, ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ യൂണിഫോം ആക്സിലറേഷന്റെ ഗ്രാഫ് ആണ്. ശരിയല്ലേ? യൂണിഫോം ആക്സിലറേഷന്റെ ഗ്രാഫ് ആണ്. യൂണിഫോം. അപ്പൊ എപ്പോഴും സൈഡിൽ എഴുതി വെക്കുക, എഴുതി നോക്കുക. അപ്പൊ 3 m/s² ആക്സിലറേഷൻ. അപ്പൊ യൂണിഫോം ആക്സിലറേഷൻ ആണ്. അങ്ങനെയാണ് ഇതെന്തായിരിക്കും? നോൺ യൂണിഫോം ആക്സിലറേഷൻ. ആക്സിലറേഷൻ കൂടിയാണ്. പറയാൻ പോലും പറ്റില്ല. ആക്സിലറേഷൻ തന്നെ കൂടുകയാണ്. ഓക്കെ, ദിസ് ഇസ് നോൺ യൂണിഫോം ആക്സിലറേഷൻ. നിങ്ങൾക്ക് എഴുതി വെക്കേണ്ട ആവശ്യമില്ല. മൂന്നാമത്തെ നോൺ യൂണിഫോം എന്ന് പറഞ്ഞ ഗ്രാഫ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതിനെ നമ്മൾ ടിക്കറ്റ് വെറുതെ വെച്ചു. ഓക്കെ, പക്ഷെ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് പഠിക്കണം. ഈ ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ഒന്നും കിട്ടാനില്ല. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആക്സിലറേഷൻ കിട്ടും, ഡിസ്പ്ലേസ്മെന്റ് പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് നമുക്ക് വെലോസിറ്റി കിട്ടും. ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുക്കുന്നതിൽ കാര്യമില്ല. പക്ഷേ ഞാൻ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് വരച്ചിട്ട് അതിന്റെ അടിയിലുണ്ടാവുന്ന ഏരിയ എടുത്ത് എനിക്ക് എന്ത് കിട്ടും? ഇതെന്ത് ഗ്രാഫാണ്? ആക്സിലറേഷൻ ടൈം ഗ്രാഫിന്റെ അടിയിലുണ്ടാവുന്ന ഏരിയ എടുത്താൽ എനിക്ക് എന്ത് കിട്ടും? അത് കണ്ടുപിടിക്കാനുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനി ഗ്രാഫിന്റെ ഏരിയ അണ്ടർ ദി ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, y ആക്സിസിലെ സാധനം ഇൻറ്റു x ആക്സിസിലെ സാധനം. y ഇൻറ്റു x ആയിരിക്കും ഏരിയ. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ Δy/Δx എടുക്കുക, ചേഞ്ച് ഇൻ y ബൈ ചേഞ്ച് ഇൻ x എടുക്കുക. ഏരിയ എന്ന് പറഞ്ഞാൽ y ഇൻറ്റു x എടുക്കുക. y-ൽ a ആണുള്ളത്, x-ൽ t ആണുള്ളത്. ദാറ്റ് മീൻസ് ബേസിക്കലി a ഇൻറ്റു t ആയിരിക്കും ഏരിയ. ഇനി നിങ്ങൾ പറഞ്ഞേ a ഇൻറ്റു t, ആക്സിലറേഷൻ ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ബൈ ടൈം ആണ്. അപ്പൊ ആക്സിലറേഷൻ ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ
വെലോസിറ്റി അഥവാ ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലെ. കാരണം നിങ്ങൾക്കറിയാം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം ആണ്. അഥവാ ടൈമാണ്. ചേഞ്ച് ഇൻ ടൈം എന്ന് എടുക്കുന്നതിന് കഥയില്ല, ടൈം. അപ്പം ആക്സിലറേഷൻ ഇൻറ്റു ടൈം എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡെൽറ്റ വി ആണ്. ദാറ്റ് മീൻസ് എ ഇൻറ്റു ടി അഥവാ ഏരിയ അണ്ടർ ദി ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വി വിച്ച് ഇസ് ചേഞ്ച് ഇൻ വെലോസിറ്റി. അപ്പൊ ഏരിയ അണ്ടർ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എന്ത് നിങ്ങൾക്ക് വരും? വെലോസിറ്റി അല്ല തരിക, ചേഞ്ച് ഇൻ വെലോസിറ്റി തരാം. എന്താണ്? വെലോസിറ്റിയിൽ വന്ന വ്യത്യാസമാണ് തരാം. ഓക്കെ, ഈ കാര്യം കൂടി ഓർത്തു വെക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. ഇത്ര കാര്യങ്ങൾ നിങ്ങൾ ഗ്രാഫ് എന്ന് മനസ്സിലാക്കിയാൽ ഗ്രാഫ് ഏത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ പെട്ടെന്ന് ചെയ്ത് നോക്കിയാലോ? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? പരീക്ഷ ചോദിക്കാൻ വളരെ വളരെ വളരെയധികം ചാൻസ് ഉള്ള ചോദ്യങ്ങൾ പെട്ടെന്ന് ചെയ്ത് നോക്കാം. വേഗം ഉത്തരം നിങ്ങൾ പറഞ്ഞേ. കാർ മൂവ്സ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഫോർ 10 സെക്കൻഡ്. കാൽക്കുലേറ്റ് ദി ആക്സിലറേഷൻ ഫ്രം 0 to 5 seconds, 5 to 7 seconds, 7 to 10 seconds. ആക്സിലറേഷൻ കണ്ടുപിടിക്കുക. വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് തന്നിരിക്കുന്നത് അല്ലെ. വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് തന്നിരിക്കുന്നത്. വെലോസിറ്റി ടൈം ഗ്രാഫിന് എന്താണ് ആക്സിലറേഷൻ? സ്ലോപ്പ് ആണോ ഏരിയ ആണോ? വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആയിരുന്നു ആക്സിലറേഷൻ. ഏരിയ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്ത ആക്സിലറേഷൻ കിട്ടി. അതായത് ഈ ഭാഗത്തെ സ്ലോപ്പ് എടുക്കുക, ആ ഭാഗത്തെ സ്ലോപ്പ് എടുക്കുക, ഓരോ സ്ഥലത്തെ ആക്സിലറേഷൻ കിട്ടി. എങ്ങനെ സ്ലോപ്പ് എടുക്കുക? ചേഞ്ച് ഇൻ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എടുക്കുക. ഇവിടുത്തെ നിങ്ങൾ ഞാൻ ഫുൾ ചെയ്യുന്നില്ല, കാരണം നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യാണ്. അത് നിങ്ങൾക്ക് ഒന്നും ചെയ്യാവുന്നുള്ളൂ. ഇവിടുത്തെ സ്ലോപ്പ് എടുത്തേ. എങ്ങനെ സ്ലോപ്പ് എടുക്കുക? ഇവിടെ ഈ ഭാഗത്ത് ചേഞ്ച് ഇൻ വൈ എന്ന് പറഞ്ഞാൽ 50 ആണ്. 50 ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 to 5 5 ആണ്. 50/5 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടാമോ നിങ്ങൾക്ക്? 10 കിട്ടും. 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സിലറേഷൻ. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ 50 ആണ് ചേഞ്ച് ഇൻ വൈ, 5 ആണ് ചേഞ്ച് ഇൻ എക്സ്. 50/5 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സിലറേഷൻ. അങ്ങനെയാണ് ഇവിടുത്തെ സ്ലോപ്പ് എന്താണ്? ആക്സിലറേഷൻ ആയിരിക്കും സ്ലോപ്പ് എന്താണ്? ഇവിടെ സ്ലോപ്പ് ഒന്നും ഇല്ല, ചെരിവില്ല, 0. ചേഞ്ച് ഇൻ വൈ ഇല്ല. ചേഞ്ച് ഇൻ വൈ ഉണ്ടോ? ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ചേഞ്ച് ഇൻ വൈ ഉണ്ടോ? വൈയിൽ ചേഞ്ച് ഇല്ല. സോ ഇറ്റ് ഇസ് സ്ലോപ്പ് 0. ആക്സിലറേഷൻ ഇല്ല. ഒബ്വിയസ്ലി വെലോസിറ്റി കോൺസ്റ്റന്റ് അല്ലേ, 50 നിൽക്കൽ ആക്സിലറേഷൻ ഉണ്ടാവും. ഇനി ഇവിടുന്ന് ഇവിടേക്ക് സ്ലോപ്പ് എന്താണ് പറ? ആക്സിലറേഷൻ എന്തായിരിക്കും സ്ലോപ്പ്? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വൈ ബൈ ചേഞ്ച് ഇൻ എക്സ്. ചേഞ്ച് ഇൻ വൈ എത്രയാണ്? 50 0 ആവും. ഇവിടുന്ന് ഇവിടേക്ക് പോകുമ്പോൾ 50 0 ആവും. അതായത് ചേഞ്ച് ഇൻ വൈ എന്ന് പറഞ്ഞാൽ 50 0 ആവുന്നു. -50 +50 അല്ല, -50 ആണ്. 50 0 കുറയാണ് ചെയ്യുന്നത്. -50 അല്ല ആവുന്ന. ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടേക്ക് പോകുമ്പോൾ ചേഞ്ച് ഇൻ എക്സ് എത്രയാണ്? 7 ന്ന് 10 ദാറ്റ് ഇസ് 3 -50/3 വിച്ച് ഇസ് ബേസിക്കലി -16.6. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അതെന്താ ആർക്കും കിട്ടാത്തത്? ഇവിടെ 3 ആണ് കേട്ടോ. ചേഞ്ച് ഇൻ എക്സ് എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ താഴെ 3 വരാൻ പാടുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഇവിടെ കിട്ടിയ അത് തന്നെ അവിടെ എഴുതി വെക്കരുത്. ഓക്കെ, മനസ്സിലായല്ലോ? എല്ലാവർക്കും ആക്സിലറേഷൻ എങ്ങനെയാണ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് കണ്ടുപിടിക്കാന്ന് ക്ലിയർ ആണല്ലോ? അത് മൈനസ് വരണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. -16.6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. കാരണം വെലോസിറ്റി കുറയാണ്. അങ്ങനെ ആലോചിച്ച് നോക്ക്. വെലോസിറ്റി കുറയല്ല. 50 0 പോകുമ്പോൾ വെലോസിറ്റി കുറയാണ്. ആക്സിലറേഷൻ പോസിറ്റീവ് ആവോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അതിന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ചാപ്റ്റർ ആയിട്ട് ഒരു സാധനം ഞാൻ കാണിച്ചത്. ഓക്കെ, കാർ മൂവ്സ് അലോങ് എ സ്ട്രേറ്റ് ലൈൻ ഫോർ 10 seconds. ഫൈൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ഡ്യൂറിംഗ് 0 to 5, 6 to 7, 5 to 7 and 7 to 10. ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കുക? ഏരിയ അണ്ടർ ദി ഗ്രാഫ് എടുക്കുക. ഈ ഏരിയ എടുക്കുക, മറ്റേ ഏരിയ എടുക്കുക, ഓരോ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. ഓക്കെ, എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ്? ഏരിയ എടുക്കണോ? ഇത്രയും ഭാഗത്തിന്റെ ഏരിയ എത്രയാണ്? റെക്ടാങ്കിളിന്റെ ഏരിയ ആണ്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹാഫ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 50, അപ്പൊ 25 ഓൾറെഡി ആയി. ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞാൽ 5. 25 × 5 125 ആയിരിക്കും ഏരിയ, ശരിയല്ലേ? സോ ഈ ഭാഗത്തെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? 125 മീറ്റർ ആയിരിക്കും. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, ഹാഫ് ഇൻറ്റു 5 × 50 ചെയ്താൽ യു വിൽ ഗെറ്റ് 125. അതേപോലെ ഇവിടുത്തെ ഏരിയ എത്രയായിരിക്കും? ഈ ഭാഗത്തെ ഓറഞ്ച് കളറിൽ കാണിച്ച ഈ ഭാഗത്തെ ഏരിയ പറഞ്ഞ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. റെക്ടാങ്കിൾ ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 50. 2 × 10 50 എന്ന് പറഞ്ഞാൽ